അച്ഛമ്മ തളർന്നു വീണപ്പോഴെങ്കിലും ചേച്ചിയുടെ ഉള്ളിലുള്ള പേരക്കുട്ടിയുടെ സ്നേഹം പുറത്തേക്ക് വന്നല്ലോ. സന്തോഷായി. എന്തായാലും ഡോക്ടർ കൊടുത്ത ഇഞ്ചക്ഷൻ അച്ഛമ്മയ്ക്ക് വളരെ ആശ്വാസമായിട്ടുണ്ട്. അവര് സുഖമായിട്ട് ഉറങ്ങട്ടെ. ഇനി വന്ദനയ്ക്ക് പ്രകാശന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പോകാൻ തടസ്സമൊന്നുമില്ല. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പുതിയ വീടൊക്കെ ആയപ്പോ പ്രകാശൻ ഭൂമിയിലും അല്ല ആകാശത്തും അല്ല. കൊമ്പ് കുലുക്കി അമറച്ചാടി തുള്ളി നടക്കുന്ന ഒരു കാളക്കൂട്ടിന്റെ മട്ടായി പോയി അവന്. എന്തായാലും സ്വന്തം കൂടപ്പറപ്പല്ലേടി, നീ പാലുകാച്ചിന് പോണം. പ്രകാശേട്ടൻ പാലുകാച്ചിന് ക്ഷണിച്ച രീതി ഓർക്കുമ്പോ പോവാനേ മനസ്സ് വരുന്നില്ല. ജഗൻ ഭാര്യാസമേതം ചടങ്ങിൽ പങ്കെടുക്കണമെന്നാ പറഞ്ഞത്. ജഗനും വന്ദനയും പങ്കെടുക്കണമെന്നല്ല. പ്രകാശേട്ടൻ ജീവിതത്തിൽ നിന്നും എന്റെ പേര് പോലും വെട്ടിക്കളഞ്ഞു. അതൊന്നും കാര്യാക്കരുത് വന്ദനെ. എന്റെ തട്ടുകട പൂട്ടിയതിൽ വളരെ ആഹ്ലാദിച്ചുകൊണ്ടല്ലേ പ്രകാശേട്ടൻ എന്നെ ചടങ്ങിന് ക്ഷണിച്ചത്. കൂട്ടത്തിൽ സ്വന്തം അച്ഛനെയും എന്റെ അച്ഛനെയും കുത്തി നോവിക്കാനും പ്രകാശേട്ടൻ മറന്നില്ല. അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. നീയും അവഗണിച്ചേക്ക്. സുചിത്രേച്ചി നിന്നെ ക്ഷണിച്ചതല്ലേ, അതോ അവരും സ്വന്തം ജീവിതത്തിൽ നിന്ന് നിന്നെ പേര് വെട്ടിയോ? ഒരിക്കലുമില്ല. എഴുത്തി എന്നെ ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചു. ആ ക്ഷണം നീ മാനിക്കണ്ടേ വന്ദനെ. നീ ചടങ്ങിന് ചെല്ലാത്തതോർത്ത് ഉള്ളു പൊടിഞ്ഞു നടക്കുന്ന സുചിത്രേച്ചിയെ നിനക്ക് കാണണോ? അത് വേണ്ട. സുചിത്രയെടുത്തി എന്റെ അമ്മയ്ക്ക് തുല്യ. അമ്മ പോലും ഇല്ലാത്ത ചടങ്ങിന് അമ്മയുടെ സ്ഥാനം വഹിക്കാൻ ഞാൻ എന്തായാലും പോയേ തീരൂ. എന്നാ പെട്ടെന്ന് പോവാൻ നോക്കണേ.